കേട്ടിടത്തോളം ഈ ഓഡിയോ ക്ലിപ്പിൽ പരാതിക്കാരിക്ക് പറയാനുള്ള അവർക്കുണ്ടായ ദുരനുഭവം അത് അങ്ങേയറ്റം വേദനാജനകമായ ഒരു സംഗതിയാണ്. അപ്പോൾ ഇത് കുറെ കൂടി സ്ട്രോങ് ആയ കുറെ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കിലാകാൻ പോകുന്നതെല്ലാം ഈ കേസിലുണ്ട് എന്നതിന്റെ വ്യക്തമായി. അതിലൊരു വിശദാംശങ്ങളിലേക്കാണ് പോകേണ്ടത്. സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. സിജോ, ഇപ്പോൾ ആ പരാതിക്കാരിയുടെ ശബ്ദ സന്ദേശം, അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ഇതിനിപ്പോ എന്തൊക്കെ തരത്തിലുള്ള കേസുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിൽ ഇത് ഗുണകരമാകുമെന്നതിനപ്പുറത്തേക്ക് പറയുന്ന കാര്യങ്ങൾ അതുകൂടി ഒന്ന് കൃത്യമായി നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഈ അതിജീവിത ഇത്തരത്തിലൊരു ഓഡിയോ ഇപ്പോൾ പുറത്തുവിടാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഇന്നലെയാണ് ഈ അതിജീവിതയും അതോടൊപ്പം തന്നെ രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാനും തമ്മിലുള്ള ഒരു വാട്സപ്പ് ചാറ്റ് ഫെനി നൈനാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നത്. അതിൽ ഫെനി നൈനാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2024 ഏപ്രിൽ 8-ാം തീയതിയാണ് അതിജീവിതയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിക്കുന്നത്. അതിനുശേഷം ഈ കഴിഞ്ഞ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇവർ തമ്മിൽ വാട്സപ്പിൽ ചാറ്റ് നടത്തിയിട്ടുണ്ട്. രാഹുലിനെ കാണണമെന്നും സ്വകാര്യമായി സംസാരിക്കണമെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആ വാട്സപ്പ് ചാറ്റിൽ ഉണ്ടായിരുന്നത്. ഇന്നലെ നമ്മളത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അതൊരു പോർഷനാണ്. അത് ഫെനി രാഹുലിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരെ ഫേവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഭാഗം മാത്രമാണ് ഇട്ടിരിക്കുന്നത്. അതല്ലാതെ വേറെയും ഉണ്ടാകാം, സ്വാഭാവികമായിട്ടും ഉണ്ടാകാം എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് അതിജീവിത ഇതിൽ പറയുന്നത്. തന്നെ അപമാനിക്കാൻ വേണ്ടി, അധിക്ഷേപിക്കാൻ വേണ്ടി ഫെനി നൈനാൻ അതിൻ്റെ കുറച്ച് പോർഷൻ മാത്രം പുറത്തു വിടുകയാണ് ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ അതല്ല സംഭവിച്ചിരിക്കുന്നത്. താൻ രാഹുലിനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് അവർ പറയുന്ന കാരണം എന്ന് പറയുന്നത് രാഹുലിനെ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോയിരുന്ന ഒരാളാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ 2025 ഓഗസ്റ്റിൽ മാധ്യമങ്ങളിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യുവതിയെ വിവാഹ അഭ്യർത്ഥന നടത്തി ബലാത്സംഗം ചെയ്തു, അവർക്ക് ഒരു കുട്ടി ഉണ്ടായി, അല്ലെ അവർ പ്രഗ്നന്റ് ആയിരുന്നു എന്ന് ഒരു വാർത്ത വരുന്നത്. ആ വാർത്ത വന്നതിന് പിന്നാലെയാണ് ഇതിന്റെ യാഥാർത്ഥ്യം അറിയുന്നതിന് വേണ്ടി രാഹുലിനുമായി സംസാരിക്കുന്നത്. അപ്പോൾ രാഹുൽ ആദ്യഘട്ടത്തിൽ ഫോൺ എടുക്കുന്നില്ല. പിന്നീട് ഇവരുടെ കോമൺ സുഹൃത്ത് എന്ന നിലയിൽ ഫെനി നൈനാനെ കോൺടാക്ട് ചെയ്യുന്ന ആ ചാറ്റുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ ഫെനി നൈനാൻ രാഹുലിനോട് സംസാരിക്കുന്നു. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഓഫീസിലോട്ട് വരുമെന്ന്. അപ്പോൾ ഇവർ പറയുന്നു, അതിജീവിത പറയുന്നത്, യുവതി പറയുന്നത് ഓഫീസ് സ്പേസ് എന്ന് പറയുന്നത് ധാരാളം ആളുകളുള്ള ഒരു സ്പേസ് ആണ്. അപ്പോൾ സ്വകാര്യമായി സംസാരിക്കാനാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് ഒരു 3-4 മണിക്കൂർ സംസാരിക്കാനുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദീകരണം കിട്ടണം. ഞാൻ മാത്രമാണോ ഉള്ളത്, അല്ലാതെ ഈ പുറത്ത് വരുന്ന വേറെ ആളുകളുണ്ടോ എന്ന വിവരങ്ങളൊക്കെ അറിയണം. അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസാരിക്കാൻ വരുന്നത്. അപ്പോൾ അവർ പറയുന്നൊരു ഫ്ലാറ്റ് ആകാം, അല്ലെങ്കിൽ അങ്ങനത്തെ സ്പേസിലേക്ക് ആകാം എന്നുള്ളതാണ്. പക്ഷേ ആ ഫ്ലാറ്റിലാകാം എന്ന് വെച്ച് കാണാം എന്ന് പറയുന്നതും 3-4 മണിക്കൂർ സംസാരിക്കാമെന്നൊക്കെ പറയുന്നത് ഈ സമൂഹ മാധ്യമങ്ങളിൽ വല്ലാത്ത രീതിയിൽ സൈബർ ആക്രമണത്തിന് ഇടയാക്കിയിരുന്നു. കാരണം ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ 3-4 മണിക്കൂർ സ്വകാര്യമായി കാണണമെന്ന് പറയുന്നത് എന്തുദ്ദേശത്തോടെയാണെന്നുള്ള തരത്തിലുള്ള മോശമായ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളാണ് പല ഇടത്തുനിന്നും ഉണ്ടായത്. അങ്ങനെയല്ല, എനിക്കിതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം, സത്യം മനസ്സിലാകണം. അതിനുവേണ്ടിയാണ് രാഹുലിനെ കാണാൻ വന്നത്. പക്ഷേ രാഹുലിനോട് ഒരു സമയം ചോദിച്ചിട്ട് രാഹുൽ അതിന് തയ്യാറായില്ല. പിന്നീട് ഇരുവരെയും അറിയിക്കാതെ, ഫെനിയെയും രാഹുലിനെയും അറിയിക്കാതെയാണ് അതിജീവിത പാലക്കാടെത്തുന്നത്. അങ്ങനെ പാലക്കാടെത്തുന്ന സമയത്ത് രാഹുൽ വിവിധ സ്ഥലങ്ങളിലാണ്, ഞാൻ ഇന്ന പ്രോഗ്രാമിലാണ്, അവിടെ നിൽക്കൂ ഇവിടെ നിൽക്കൂ എന്നൊക്കെ പറഞ്ഞ് വിവിധ ഇടങ്ങളിലേട്ട് ഓടിക്കുന്നൊരു കാഴ്ച ഉണ്ടാകുന്നു. പിന്നീട് അന്ന് ഇവരെ രാഹുലിനെ നേരി കാണാൻ പറ്റാതെ മടങ്ങുകയാണ് ഉണ്ടായതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ചാറ്റ് പുറത്തുവിട്ട് തന്നെ അധിക്ഷേപിക്കാനാണ്. പക്ഷെ അതിൽ നിന്നൊന്നും താൻ പിന്നോട്ട് പോകില്ല എന്നുള്ള ഒരു കാര്യമാണ് അതിജീവിത ആവർത്തിച്ച് പറയുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ അനുഭവിച്ച